Hello everyone, RS കോളേജിന്റെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ? ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒന്നാമത്തെ ചാപ്റ്റർ കൊടുത്തപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇനി 30 ചാപ്റ്റർ വേണം തരാ, എല്ലാ ക്ലാസ്സും നമുക്ക് എടുക്കാം, ഡോണ്ട് വറി, ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം എടുക്കാം കേട്ടോ. ഇന്നിപ്പോ നമ്മൾ ഏതാ എടുക്കുക? വെള്ളം ചൂടാക്കാൻ പറഞ്ഞപ്പോഴാണ് അരി ഇടാൻ പറഞ്ഞത്, അരി ഇടാൻ പോയപ്പോഴാണ് ചായ കാച്ചാൻ പറഞ്ഞത്. ആ ഒരു അവസ്ഥയിലപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇംഗ്ലീഷ് എടുക്കുമ്പോൾ കുട്ടികൾ അറിയും സോഷ്യോളജി എടുക്കാം, സോഷ്യോളജി എടുക്കുമ്പോൾ ഹിസ്റ്ററി എടുക്കാൻ പറയും, ഹിസ്റ്ററി എടുക്കുമ്പോൾ ഉണ്ടാവും ഫിസിക്സ്, അപ്പോൾ ഉണ്ടാവും താഴത്ത് ഹോം സയൻസ്, അതിന്റെ മുകളിൽ നിന്ന് മലയാളം, ഹിന്ദി, അറബി. മക്കളെ എല്ലാം നമുക്ക് എടുക്കട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട, നമുക്ക് എല്ലാം ഇവിടെ ക്ലിയർ അപ്പ് ചെയ്യാം, ഡോണ്ട് വറി. ഓക്കെ, അപ്പോ ഇനി ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് തരികയാണ്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചാൻസ് തരികയാണ്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത് വെച്ചാൽ ഇതിൽ കമന്റ് ചെയ്തോളൂ, താഴത്ത് നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തോളൂ, നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട്സുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഉൾക്കൊള്ളിക്കാം. നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണോ എടുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ക്ലാസ് കേൾക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അത് പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, നമ്മൾ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ വീണ്ടും നമ്മൾ പോകുന്നത് എടുക്കുക, സോഷ്യോളജി, സമൂഹശാസ്ത്രം, +2 സോഷ്യോളജിയിലെ ഒരു ചാപ്റ്ററിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോവാം. എന്താ ഇയാളി കാണിച്ചു വെച്ചിക്കണേ? സോഷ്യോളജി പറഞ്ഞിട്ടുണ്ടാക്കുന്ന കുറെ നിങ്ങൾ കണ്ടോ? കുറെ ആളുകളാട്ടോ. ഇവിടെ സമ്മേളനം എന്നല്ല ഇത് ഞാൻ വരക്കാൻ ശ്രമിച്ചത്. ഇത് ആൺകുട്ടി, ഇത് പെൺകുട്ടിയുടെ. പെൺകുട്ടി കണ്ടോ? ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. ഹെയറിന് ഞാൻ റിബണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഐഡന്റിഫിക്കേഷൻ മാർക്ക് കേട്ടോ. സോ ഇത് ആൺകുട്ടി, ഇത് പെൺകുട്ടി, സ്ത്രീ പുരുഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം എന്താ അറിയോ, നമ്മളെ പാഠം ഏതാ വരുന്നറിയോ? വിവാഹം, മാരേജ്, വിവാഹം. ഓക്കെ, സോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് വളരെ ഈസിയാണ് പറഞ്ഞുതരാൻ. എന്താണ് ഒരു വിവാഹം അല്ലെങ്കിൽ മാരേജ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ഒഴികെയുള്ള ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാരേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് അതിന് മുമ്പ് തന്നെ അവർക്ക് ലിവിങ് ടുഗദർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കസ്റ്റം, ഓരോ രാജ്യത്തിലും ഓരോ കസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഒരു അന്യരാജ്യം, ഒരു ഫോറിൻ കൺട്രിയുടെ കസ്റ്റം നോക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. പക്ഷെ നമുക്ക് മറ്റുള്ള ആളുകളെ വിലയിരുത്താൻ നമുക്ക് എന്തില്ല, റൈറ്റ്സ് ഇല്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. സോ നമ്മുടെ ഇന്ത്യ എന്നുള്ള ഈ ഒരു മഹാരാജ്യത്തിൽ നിലനിൽക്കുന്ന വളരെ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള ഒരു ട്രഡീഷൻ തന്നെയാണ് വിവാഹം, കുടുംബം എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും ഇല്ലാതെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. കാരണം എന്താ അറിയോ, നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് വിവാഹമുണ്ട്, നമുക്ക് നല്ല ഒരു ലൈഫ് ഉണ്ട്, നമുക്കെല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഞാനൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയ ആളാണ്. അപ്പോൾ അവിടേക്കുള്ള ട്രഡീഷൻസ്, കൾച്ചർ കാണുമ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു കെയറിങ്, ഒരു കരുതലൊന്നും മറ്റുള്ള നാട്ടിൽ അവരവരുടെ മക്കൾക്ക് കൊടുക്കുന്നില്ല. അത് മോശമായിട്ടല്ല, അത് അവിടുത്തെ ഒരു കൾച്ചറാണ്. ബട്ട് നമ്മുടെ ഒരു കൾച്ചറിന്റെ, നമ്മളൊരു ട്രഡീഷന്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മൾ കെയർ ചെയ്യുന്നു, നമ്മൾ കൂട്ടിപ്പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന, നമ്മൾ കുടുംബത്തെ കൂട്ടിപ്പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കൈകളിൽ എന്താ, ആളുകൾ സുരക്ഷിതമാണ്. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബമൊക്കെ നമ്മുടെ കൈകളിൽ സുരക്ഷിതമാണ്. ഓരോരുത്തരും കഷ്ടപ്പെടുന്ന അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. സോ വിവാഹം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഫാമിലി, കുടുംബം എന്നുള്ള ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയതാ. ഒരു കുടുംബം വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വിവാഹം, നല്ലൊരു ലൈഫ് പാർട്ണർ, ഒരു ജീവിത പങ്കാളി വേണം. ഓക്കെ, ഈ ഒരു കുടുംബത്തിൽ ഈ ഒരു വിവാഹം എന്ന് പറയുന്ന ട്രഡീഷൻ എന്താണ്, വാട്ട് ഈസ് മാരേജ്, എക്സ്പ്ലെയിൻ മാരേജ്, ഡിഫൈൻ മാരേജ്, ഡിസ്ക്രൈബ് മാരേജ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ സാമൂഹമായിട്ടുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് എന്ത്, വിവാഹം എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹികമായിട്ടുള്ളതും നമ്മുടെ ശാരീരികമായിട്ടുള്ള നമുക്ക് എല്ലാ രീതിയിലും നമ്മളുടെ ഒരു ലൗകിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു വിവാഹം എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ, പക്വത ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽ തന്നെ ഉള്ള ഒരു ആചാരമാണ് ഒരു വിവാഹം കഴിപ്പിച്ചിട്ട് അവർ കുടുംബമായിട്ട് പിന്നെ അവരുടെ മക്കളായിട്ട് അങ്ങനെ ഒരു തലമുറകളെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ ബെസ്റ്റ് പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ അനാഥപ്പെട്ടു പോകുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. കാരണം എന്താ അറിയോ, നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു സുരക്ഷിതം, ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രഡീഷൻ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് മക്കളെ ഇന്ന് നമുക്ക് ഇവിടെ അധികമൊന്നും അങ്ങനെയുള്ള ആരും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നതും കാണാൻ സാധിക്കാത്ത. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യ കുറച്ചും കൂടെ സെക്യൂർ ആണ്. നമ്മുടെ ഈ ട്രഡീഷണൽ ഈ ഒരു വാല്യൂസിന്റെ കാര്യത്തിൽ ഇന്ത്യ റിച്ച് ആണ്. ഓക്കെ, അപ്പോൾ വിവാഹം എന്നുള്ളതിൽ ഏകദേശം വിവാഹം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായി. പക്ഷെ ഞാൻ നോക്കുന്നത് പലതരത്തിലുള്ള വിവാഹത്തിനെ കുറിച്ചിട്ടാണ്. ഇത് ഞാൻ അവിടെ പറഞ്ഞു തരുമ്പോ ആരും എന്ത് ചെയ്യരുത്, കേട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, കാരണം ഇതിൽ നിങ്ങൾ കണ്ടോ ആദ്യം കണ്ടവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിൽ സാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞാണ്ട് ആരും അവിടെ ഇവിടെ പോയി അടി ഉണ്ടാക്കണ്ട കേട്ടോ. ഞാനൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഇതിന്റെ സിസ്റ്റം പഠിക്കാനുള്ള കുറച്ച് കണ്ടന്റ് പറഞ്ഞുതരാം. ഇതാരും എന്ത് ചെയ്യണ്ട, അപ്ലൈ ചെയ്യണ്ട, ഇതിങ്ങനെ ചെയ്യല, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചോളി, പരീക്ഷയ്ക്ക് എഴുതാ വിടുക. ഓക്കെ, എന്താ ഇയാൾ ഇങ്ങനെ പറഞ്ഞത് നോക്കാം. ഇത് നോക്കൂ, മാരേജ്, വിവാഹം.
ഇവിടെ കണ്ടോ 12ാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യോളജിയുടെ 12ാമത്തെ ചാപ്റ്റർ മാരേജ്, വിവാഹം. ഓക്കെ, ഫസ്റ്റ് മാരേജ് കണ്ടോ, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന വീടാട്ടോ, കണ്ടിട്ട് മനസ്സിലാകണ്ടോ? ഒരു വീടാണിത്, സങ്കല്പിക്കുക. കണ്ടോ, ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി ചേർന്ന് അവർക്ക് മക്കളൊക്കെ ഉണ്ടായിട്ട്, ഇതൊരു മക്കളാട്ടോ, 2 3 4 മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതാണ് എന്ത്? കുടുംബം. ദിസ് ഈസ് ഫാമിലി. ആൻഡ് ഈ ഒരു ട്രഡീഷൻ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ തമ്മിൽ ലൈംഗികമായിട്ടും അവരുടെ ലൗകിക ജീവിതങ്ങളൊക്കെ അവർ ഷെയർ ചെയ്ത് പരസ്പരം എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്ത് സന്തോഷത്തോടെ സമാധാനം ജീവിക്കുമ്പോൾ അവരെന്താ? ഭാര്യ ഭർത്താക്കന്മാരാണ്, അവരെന്താണ്? വിവാഹം കഴിഞ്ഞവരാണ്. ഈ വിവാഹം നടക്കുന്നത് ഒരു നിയമത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കൾച്ചറൊക്കെ കൊണ്ടുവരുന്നത്. കാരണം എന്താ പറയുക, ഇപ്പൊ ഇങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ഒരു നിയമം വേണമല്ലേ? ഞാൻ സോഷ്യോളജിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ സമൂഹത്തിൽ നമുക്ക് വെറുതെ പോലെ എന്തെങ്കിലും ബിഹേവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാത്തിലും ഒരു ചിട്ട, ഒരു എല്ലാം മതപരമായിട്ടുള്ള കാര്യം പറയുമ്പോഴും അവിടെ എന്തുണ്ട്? ഒരു വാല്യൂസ് പ്ലസ് ഒരു ബൗണ്ടറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ച് അവർക്കൊരു നിയമത്തിന്റെ അനുസൃതമായിട്ട് അവർ കല്യാണം കഴിക്കണം. ഇപ്പോൾ പല മതപരമായിട്ടുള്ള ആചാരങ്ങൾ നിയമമായിട്ട് പരിഗണിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മതപരമായിട്ടുള്ള ഓരോ മതങ്ങൾ. ഇപ്പം ഇന്ത്യ അത്രയും മതങ്ങളുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ ഓരോ മതത്തിന്റെയും വിവാഹത്തിനുള്ള മൂല്യങ്ങളെ നമ്മുടെ ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അവരത് കൺഫേം ചെയ്യുന്നത്, ഒരു സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്തു എന്നുള്ളത്. എന്നിട്ട് പിന്നെ അവർ റെക്കോർഡാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിയമത്തിന്റെ ഇതിൽ എന്തായിരിക്കും? ഇവർ ഭാര്യയും ഭർത്താവായിട്ട് അവർ അംഗീകരിക്കും. ഇത് എന്തിനാ കൊണ്ടുവരുന്നോ? എല്ലാവരെയും ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സിസ്റ്റം, ഒരു ലോ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഒരു പുരുഷനും നിയമാനുസൃതമായിട്ട് അവര് വിവാഹം ചെയ്തു. അവർക്കുണ്ടാവുന്ന പ്രത്യുൽപാദനം, അവരുടെ മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്തൊരു കുടുംബം വരുന്നത്. കുടുംബത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പറയാം. ഇവിടെ വാട്ട് ഈസ് മാരേജ് എന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും അവരുടെ പരസ്പരം അവരുടെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന മക്കള്, പ്രത്യുൽപാദനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ പങ്കാളിയെ സെലക്ട് ചെയ്യുന്നത്, പ്ലസ് അവരുമായിട്ട് അവരുടെ ജീവിതം ഷെയർ ചെയ്യുന്നത്, ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത്? ഒരു കുടുംബം. പ്ലസ് ഇതൊക്കെ ചെയ്യുന്നത് എന്താ? ഒരു നിയമത്തിന്റെ അനുസൃതമായ നിയമത്തിന് സഹായത്തോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മുടെ മാരേജിന് വാല്യൂ ഉണ്ടാവുന്നത്, അപ്പോഴാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് മാരേജ്, എക്സ്പ്ലെയിൻ മാരേജ്, ഡീറ്റെയിൽ മാരേജ്, ഡിസ്ക്രൈബ് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എഴുതിക്കോളൂ. ഇത് മലയാളത്തിൽ എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ വെണ്ടക്കാശ്വരത്തിൽ എന്ത് ചെയ്യുക? മലയാളത്തിൽ അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, കിട്ടിയോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ? 5-6 മാർക്ക് കിട്ടിയോ? ശരി, അടുത്തതിലോട്ട് വരാം. മോണോഗമി. വാട്ട് ഈസ് മോണോഗമി? ഇത് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതെന്താ അറിയോ? ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ഒരു പുരുഷനെ മാത്രം വിവാഹം കഴിച്ച് പോകുന്നതിനെ നമ്മൾ എന്ത് പറയും? മോണോഗമി എന്ന് പറയും. ഏക പത്നി അല്ലെങ്കിൽ ഏക ഭർത്താവ്. എങ്ങനെ ഒരു ഭർത്താവ് ഒരു ഭാര്യ മാത്രമാണ് ഒരു കുടുംബത്തിൽ, ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് മാത്രം പോകുമ്പോൾ അതിനെന്ത് പറയും? അത് മോണോഗമി. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ കൾച്ചറിൽ ഏറ്റവും പ്രാചീന കാലം തൊട്ട് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സിസ്റ്റം എന്താണ്? ഒരു സ്ത്രീ ഒരു പുരുഷൻ, അവര് ഭാര്യ ഭർത്താവ്, അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. വാട്ട് ഈസ് മോണോഗമി എന്നുള്ളത്. ഇനി മോണോഗമി കേൾക്കുമ്പോൾ വാട്ട് ഈസ് മോണോഗമി കേൾക്കുമ്പോൾ ഇത് ഇങ്ങനെ ആലോചിച്ചിരിക്കണ്ട. മോണോ ഒന്ന്, ഒരു സ്ത്രീയും ഒരു പുരുഷനും മാത്രം വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ അതിനെന്ത് പറയും? മോണോഗമി. ഇതിങ്ങനെ കണ്ടോളിട്ട് ഇത് കാണുന്ന ചിത്രം വരച്ചു നിൽക്കണതൊക്കെ വെറുതെ അല്ല, ഇത് പിക്ചോറിയലി നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. ഏത് പ്രായക്കാർക്കും ഇത് കണ്ടാൽ മനസ്സിലാവും അല്ലേ? ഓക്കെ, ശരി. മോണോഗമി എന്താന്ന് കിട്ടിയോ? ശരി, അടുത്തത് പോളിഗമി. പോളി പറഞ്ഞാൽ എന്താ? കുറെ, ഒന്നിലധികം, രണ്ടിലധികം, അതാണ് പോളി. പോളിഗമി പറഞ്ഞാൽ എന്താ? ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായിട്ട്, ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായിട്ട് അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ എന്താ? മതപരമായിട്ടൊക്കെ അംഗീകരിക്കുന്നതും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒന്നാമത് പറഞ്ഞ മോണോഗമിയാണ് ഏറ്റവും കൂടുതൽ എല്ലാ മതങ്ങളും അംഗീകരിക്കണം, ഒരു സ്ത്രീ ഒരു പുരുഷൻ. പക്ഷെ ചില മതങ്ങൾക്ക് ഇങ്ങനെയും ആവാം, ചില സാഹചര്യങ്ങളിലൊക്കെ അനുവദിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് നിയമപരമായിട്ട് ഒരു സ്ത്രീയെ ഭാര്യയാക്കി കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് ഒരാളെ കൂടി കല്യാണം കഴിക്കാൻ പറ്റും. അപ്പൊ അതിന് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമ്മൾ നോക്കണം. അങ്ങനെ നിയമപരമായിട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്താ പറയാ? പോളിഗമി. ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായിട്ട് സ്വീകരിക്കാൻ നിയമത്തിന്റെ സഹായത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ അതെന്താവുന്ന്? പോളിഗമി ആവുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞതേ. ഇനി ഇതെല്ലാം പഠിപ്പിച്ച് കഴിയുമ്പോൾ ആദിൽ സാർ പറഞ്ഞക്കണല്ലോ എങ്ങനെ, ആദിൽ സാർ പറഞ്ഞക്കണല്ലോ അങ്ങനെ, അതൊന്നും പറയരുത് കേട്ടോ. ഇത് പഠിച്ചാൽ മാത്രം മതി, ഇത് കേട്ടാൽ മറന്നളി, പരീക്ഷയ്ക്ക് ഓർത്താൽ മതി. ഓക്കെ, ശരി. അടുത്തത് പോളിയാൻഡ്രി. പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാർ. നേരത്തെ പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ്. നേരത്തെ ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരാക്കുമ്പോഴാണ് പോളിഗമി വരുന്നത്. എന്നാൽ ഇവിടെ ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ ജീവിത പങ്കാളികളായിട്ട് അവർക്ക് ഭർത്താക്കന്മാരായിട്ട് കാണാൻ പറ്റും. അതിനെന്ത് പറയും? പോളിയാൻഡ്രി അറിയും. ഇതൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ആരും നോക്കണ്ട കേട്ടോ. ഇതുണ്ട്. തമിഴ്നാട് നീലഗിരീസിലൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു സ്ത്രീ 2 ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കുന്ന സിസ്റ്റം ഉണ്ട്. ഓക്കെ,
ആരും അങ്ങോട്ട് പോകുന്നു വേണ്ട കേട്ടോ. ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞു തരികയാണ്. ഇത് ഉള്ളത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ തമിഴ്നാട് തള്ളൊന്നല്ല, ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ. അത് പഠിക്കാനുള്ള കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ പോളിയാൻഡ്രി ആണ് എന്താ, ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ ഭർത്താക്കന്മാരായിട്ട് കാണാൻ പറ്റും, നിയമപരമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പോളി ആൻഡ്രി എന്ന് പറയും. ഇനി പോളിഗൈനി പറഞ്ഞാൽ എന്താ? പോളിഗൈനി നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ കല്യാണം കഴിക്കുക, വിവാഹം കഴിച്ച് ഭാര്യയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയും? പോളിഗൈനി അറിയും. അപ്പോൾ നിങ്ങൾ പറയും ഈ പോളിഗമിയും തമ്മിൽ എന്താ വ്യത്യാസം? പോളിഗമിയിൽ ഒരു പുരുഷന്റെ കാര്യം പറയുന്നത് കേട്ടോ. ഇവിടെ അങ്ങോട്ട് രണ്ട് ഭാര്യമാരെ ഇതാക്കാന്ന് ഞാൻ പറഞ്ഞു, പോളി അറിയുമ്പോൾ ഒന്നിലധികം എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ പോളിഗൈനി പറഞ്ഞാൽ ഒരു പുരുഷന് അങ്ങോട്ടാവാം, അതേപോലെ ഒരു സ്ത്രീക്കും 2 പുരുഷന്മാരെ ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, നോ പ്രോബ്ലം. പോളിയാൻഡ്രി പോളിഗൈനി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീയും പുരുഷന്മാരും തമ്മിൽ. അപ്പോൾ ഇത് കൺഫ്യൂസ്ഡ് ആക്കണ്ട. മോണോഗമി, പോളിഗമി, പോളിയാൻഡ്രി, പോളിഗൈനി എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വരച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, സാദൃശ്യം തോന്നാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അറിയുന്നത് പോലെ ചെയ്യാം. പക്ഷേ ഈ ഒരു സിസ്റ്റം കറക്റ്റ് ക്യാപ്ചർ ചെയ്ത് വെക്കുക. ഓക്കെ, എൻഡോഗമി. അടുത്തത് എൻഡോഗമി എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടെങ്കിൽ ഞാനൊരു സംഭവം വരച്ചിരിക്കണ്. ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ഒരു സ്ത്രീ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു കളറിൽ ഒരു പെട്ടി വരച്ചുണ്ടോ? ഈ 2 പെട്ടി ഒരേപോലെ ഞാൻ ഉദ്ദേശിക്കണം. രണ്ട് വംശം അല്ലെങ്കിൽ 2 കുലം, 2 ജാതി ഒരേപോലെ ഇപ്പോൾ ഒരു ജാതിയിലുള്ള, ഒരു മതത്തിലുള്ള അല്ലെങ്കിൽ ഒരു വംശത്തിലുള്ള, ഒരു കുലത്തിലുള്ള അയാളുടെ അതേ കുലത്തിൽ നിന്ന്, അയാളുടെ അതേ ജാതിയിൽ നിന്ന്, അയാളുടെ അതേ മതത്തിൽ നിന്ന്, അയാളുടെ അതേ കാസ്റ്റിലൊക്കെ നിന്നിട്ട് ഒരു കല്യാണം കഴിക്കുമ്പോൾ, എല്ലാവരും അംഗീകരിച്ച് കല്യാണം കഴിക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? എൻഡോഗമി എന്ന് പറയും. അപ്പൊ എൻഡോഗമി പറഞ്ഞാൽ എന്താ മക്കളെ? എൻഡോഗമി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ അയാളുടെ ജാതിയിലുള്ള അല്ലെങ്കിൽ അയാളുടെ മതത്തിലുള്ള, അയാളുടെ കുലത്തിലുള്ള, അയാളുടെ അതേ കാസ്റ്റിലും അതേ കുലവംശത്തിലൊക്കെ ഉള്ള ഒരാളെ ജീവിത പങ്കാളിയായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? എൻഡോഗമി എന്ന് പറയും. എൻഡോഗമി എന്ന് പറയും. അപ്പൊ അടുത്ത് നോക്കാം, എക്സോഗമി കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റൗണ്ടാ കൊടുത്തിട്ടുള്ളത്, ഒരു മാറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാ. ഒരു പുരുഷന് മറ്റു ജാതിയിൽ നിന്നോ, മറ്റു മതത്തിൽ നിന്നോ, അല്ലെങ്കിൽ മറ്റു കുലത്തിൽ നിന്നോ, മറ്റു വംശത്തിൽ നിന്നോ ഒരു സ്ത്രീയെ സ്വീകരിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്, വിവാഹം കഴിക്കുന്നത് എങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? എക്സോഗമി എന്ന് പറയും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എക്സോഗമി എന്ന് പറയും. കൺഫ്യൂസ്ഡ് ആക്കരുത്. ഇതെങ്ങനെ എഴുതി വെച്ചിട്ട് ഈ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് കിട്ടും. ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 2 കാര്യങ്ങൾ നോക്കാം. ഹൈപ്പർഗമി ആൻഡ് ഹൈപ്പോഗമി. ഹൈപ്പർഗമി എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിയിലുള്ള, കണ്ടോ ഇവിടെ ഞാൻ ഉയർന്ന എന്ന് പറയുമ്പോൾ വലിയ സ്റ്റെപ്പും ഇവിടെ ചെറിയ സ്റ്റെപ്പോ കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഉയർന്ന ജാതിയിലുള്ള ഒരു പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഹൈപ്പർഗമി എന്ന് പറയും. ഹൈപ്പർഗമി അഥവാ അനുലോമ എന്ന് പറയും. ഓക്കെ, ഹൈപ്പർഗമി എന്നുള്ളത് ഉയർന്ന ജാതിയിലുള്ള ഒരു പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? ഹൈപ്പർഗമി എന്ന് പറയും. ഇനി ഹൈപ്പോഗമി എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോഗമി എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിലുള്ള ഒരു പുരുഷൻ ഉയർന്ന ജാതിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് വിവാഹ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അതിനെ നമ്മൾ ഹൈപ്പോഗമി അഥവാ പ്രതിലോമ എന്ന് പറയും. ഓക്കെ, ഈ പറഞ്ഞ 9 കാര്യങ്ങളാണ് വിവാഹം, മാരേജ്, ടൈപ്സ് ഓഫ് മാരേജ്, വാട്ട് ഈസ് മാരേജ്, എക്സ്പ്ലെയിൻ മാരേജ്, ഡിസ്ക്രൈബ് മാരേജ്, ഡീറ്റെയിൽ മാരേജ്. ഇങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു കാര്യം തന്നെയാണ് ഉത്തരം. അവിടെ എഴുതിക്കോളൂ, പേപ്പർ ഇങ്ങനെ നിറച്ചെയ്ത. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാരേജ് എന്ന് ചോദിക്കുമ്പോൾ മോണോഗമി, പോളിഗമി, പോളിയാൻഡ്രി, പോളിഗൈനി, എൻഡോഗമി, എക്സോഗമി, ഹൈപ്പർഗമി, ഹൈപ്പോഗമി, ഇതൊക്കെ എഴുതുക. അതൊക്കെയാണ് ഇതിന്റെ ടൈപ്സ്. പലതരത്തിലുള്ള മാരേജ്, വിവാഹ രൂപങ്ങൾ ഇന്ത്യയിലുള്ള. ഓക്കെ, ഇത് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഓരോന്നും ചോദിക്കും, വാട്ട് ഈസ് പോളിഗമി, വാട്ട് ഈസ് മോണോഗമി, വാട്ട് ഈസ് പോളിഗമി, ഡിഫറൻസ് ബിറ്റ്വീൻ മോണോഗമി ആൻഡ് പോളിഗമി. ഡിഫറൻസ് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇതിന്ന് ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും മക്കളെ ഇവിടെ കുറെ ആളുകൾ ഓടിപ്പോയുണ്ടല്ലോ, ഇതങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇത് നോക്കിയാൽ ഇതിന്റെ ആൻസർ കിട്ടും. ഇല്ല ഇതൊന്നും ഈ പോളിഗമി എന്താ, ഹൈപ്പർഗമി എന്താ, ഹൈപ്പോഗമി എന്താന്ന് ഇപ്പൊ ഞാൻ ഈ ക്ലാസ് നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുണ്ടാവുക. നിങ്ങളിത് എങ്ങനെ പഠിച്ചാലും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. കാരണം എന്താ പറയുക, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, എത്ര സിമ്പിൾ ആയിട്ട് നമ്മളൊക്കെ കാണുന്ന അതൊക്കെ നമുക്ക് പിക്ചർ, നമ്മളെ വീട്ടിന്റെ അടുത്ത് അയൽവക്കത്തേക്കോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ കുടുംബങ്ങളിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇതെന്താണ്, ഇതിനൊക്കെ ഒരു പേരുണ്ടോ എന്നുള്ളതൊക്കെ എപ്പോഴാണ് നമ്മൾ അറിയണത് അല്ലേ? ശരി, ആ പേര് ഇതാ ഇങ്ങനെ. ഇനി ഇത് പഠിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഒരാള് അയാളുടെ അയൽവക്കത്ത് അല്ലെങ്കിൽ അയാളുടെ നാട്ടിലുള്ള ആളുകളെ, ഒരു കുടുംബത്തിനെ പോളിഗമി ആയിട്ട് മോണിഗമി ആയിട്ട് നിങ്ങൾ പേരിട്ട് കൊടുത്തോളി. ഇപ്പോ ഇയാളുടെ കുടുംബം മോണോഗമി, ഇയാളുടെ കുടുംബം പോളിഗമി, ഇയാളുടെ കുടുംബം എൻഡോഗമി, അങ്ങനെ ഓരോരുത്തർക്കും നമ്മളെ മൈൻഡിൽ വരികയാണെങ്കിൽ പരീക്ഷ ഇങ്ങനെ എഴുതുമ്പോൾ
പോളിഗാമി ചോദിച്ചിരിക്കണ് ഇതോ അവന്റെ കുടുംബം. ശരി, ആ ഫാമിലിയിൽ ഇങ്ങനെയാണ് കല്യാണം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നിങ്ങൾ മാത്രം കേട്ടാൽ മതിട്ടോ, വേറെ ആരോട് പറയരുത്. ഇത് ഞാൻ പഠിക്കാൻ ഒരു കണക്ഷൻ കൊടുത്തതാ, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യട്ടോ. സോ എങ്ങനെ ചെയ്താലും വേണ്ടില്ല, അത് എളുപ്പമുള്ള കാര്യമാണ്, ഇതിന് മാർക്ക് കളയരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് ഞാൻ കൊടുത്തത് മാരേജിനെ കുറിച്ചിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാരേജിനെ കുറിച്ചിട്ടാണ്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ക്ലാസ് ക്രാഷ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് മെസ്സേജ് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. നമ്മളിപ്പോൾ പുതിയ ബാച്ച്, രണ്ടാമത്തെ ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ എൻട്രി ചെയ്തിട്ട് ഈ എക്സാമിന് വരെയുള്ള ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടത് കമന്റ് ചെയ്തോളൂ, നമുക്കത് ചെയ്യാൻ ശ്രമിക്കാം. ഏത് ക്ലാസ് ആണെങ്കിലും എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് വീണ്ടും അറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് അവിടെ നിർത്തണം മക്കളെ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാനേ ക്ലാസ് എടുക്കാൻ ഈ റൂമിൽ കയറിയപ്പോൾ തന്നെ ഒരാളിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയാം, സാർ എന്നേതാ നിങ്ങൾ എടുക്കണത്? ഞാനിന്ന് സോഷ്യോളജിയിൽ മാരേജ് ആണ് എടുക്കണത്, വിവാഹം എടുക്കണത്. ഇവനുണ്ടല്ലോ ഇന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടില്ല. ഞാൻ നിങ്ങളെ മാത്രമല്ല പഠിപ്പിക്കണത്, ഇവനെയും കൂടി പഠിപ്പിക്കുക. ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കുക. ഓൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഓൻ ഇതൊക്കെ എങ്ങനെയൊക്കെ പറ്റുമോ, ഫുള്ള് ക്യൂരിയോസിറ്റിയിൽ നിൽക്കുക ചെക്കന്. അപ്പോ ഇവനിഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് ആർക്കറിയാം. ഓക്കെ, പക്ഷെ മക്കളെ നിങ്ങൾ ആരും ഇതെന്ത് ചെയ്യണ്ട, സീരിയസ് ആക്കി എടുക്കണ്ട. അതൊക്കെ പരീക്ഷയ്ക്ക് എഴുതാൻ മാത്രം, ബാക്കിയൊക്കെ വിട്ടുകളെ. ഓക്കെ, പോട്ടെ. ഓക്കെ.